ഹലോ, ഗുഡ് ഈവനിങ് എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഇന്ന് ഉത്തിരാടം, നാളെ തിരുവോണം. നമുക്കറിയാം, നന്മയുടെ ഒരു കാലത്തിൻ്റെ ഓർമ്മ ഉണർത്തുന്ന മഹാബലി തിരുമേനിയുടെ പ്രതീകം, സങ്കല്പം നാളെ ആഘോഷിക്കപ്പെടുന്നു. എല്ലാ മലയാളികളും, ലോകത്തെ എവിടെ ചേക്കേറിയാലും എല്ലാ മലയാളികളും നാളെ തിരുവോണം ആഘോഷിക്കും. എല്ലാവർക്കും തിരുവോണ ആശംസകൾ കൂടി നേരുന്നു. അപ്പോൾ നമ്മൾ എങ്ങോട്ട് കിടക്കുന്നു? പ്രൈം ടൈം വിത്ത് SKN. എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നിങ്ങൾക്ക് അറിയുന്നത് പോലെ ഇന്ന് ഉത്രാടപ്പാച്ചിലായിരുന്നു. ഇന്നത്തെ വാർത്താപ്പകലിൽ ഓണത്തിൻ്റെ നല്ല തിരക്കായിരുന്നു. വിപണികളിലൊക്കെ തന്നെ മോർണിംഗ് സമയത്ത് അത്ര തിരക്കില്ലായിരുന്നു എങ്കിലും ഏതാണ്ട് ഉച്ചയോടടുത്തപ്പോൾ ഉത്രാടം ഉച്ചതിരിയുമ്പോൾ എന്നത് അന്വർത്ഥമാക്കുന്ന രീതിയിൽ വിപണികളൊക്കെ വളരെ വളരെ സജീവമായി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വൈകുന്നേരമായപ്പോൾ എല്ലാ നഗരങ്ങളിലും നാട്ടുമ്പുറങ്ങളിലുമൊക്കെ നല്ല തിരക്കായി. അപ്പോൾ ഇന്നത്തെ വാർത്തകളിൽ ഓണം നിറയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മൾ പുതിയതായി ആരംഭിച്ച പരിപാടിയാണ് പ്രൈം ടൈം വിത്ത് SKN. 8:30 മണിക്ക് എല്ലാ ദിവസവും രാത്രി ആരംഭിക്കുന്ന ഈ പരിപാടി 1 മണിക്കൂർ ദൈർഘ്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഓണക്കാലത്ത് നമുക്ക് കുറേ കാര്യങ്ങൾ, കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പൂർണ്ണമായും പരിഗണിച്ചായിരിക്കും ഈ പരിപാടി മുന്നോട്ട് പോകുക. പ്രൈം ടൈമിൻ്റെ 2ാം ദിവസമാണ് ഇന്നത്തെ. അപ്പോൾ ഇന്നത്തെ മുഴുവൻ വാർത്തകൾ നമ്മൾ അറിഞ്ഞിരിക്കണം. നാളത്തെ സാധ്യതകളെല്ലാം ഈ പരിപാടി 1 മണിക്കൂറിൽ ചർച്ച ചെയ്യും. ഇന്നത്തെ വാർത്ത പകലിൽ നടന്നതൊക്കെ നമ്മൾ വളരെ പെട്ടെന്നൊന്ന് കടന്നു പോകും. ഇന്ന് അറിഞ്ഞത് മാത്രമല്ല, അറിഞ്ഞതിനപ്പുറം എന്തൊക്കെയുണ്ട്, കാണേണ്ട കാര്യം എന്താണ്, കാണേണ്ടാത്ത കാര്യങ്ങൾ എന്താണ്, അതൊക്കെ നമ്മൾ ഈ പ്രൈം ടൈമിൽ പരിശോധിക്കും. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ നേരുന്നു. ആരംഭിക്കുകയാണ് പ്രൈം ടൈം വിത്ത് SKN. ഈ പ്രൈം ടൈം ആദ്യം പരിശോധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഈ ഓണക്കാലത്ത് ഇത്തരം വാർത്തകൾ എടുക്കണോ എന്ന് പ്രേക്ഷകർക്ക് സംശയം തോന്നും. എന്നാൽ ഇത്തരം വാർത്തകൾക്ക് കാലമില്ല, നമ്മൾ പരിശോധിക്കുക തന്നെ വേണം. ശിക്ഷാ നടപടിയുടെ പേരിൽ വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നതിനെതിരെ ബാലാവകാശ കമ്മീഷൻ രംഗത്ത് വന്നു. ഇന്ന് ചെറിയ കാര്യങ്ങൾക്ക് പോലും TC നൽകുന്നത് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ കഴിയാത്തവരാണെന്ന് ബാലാവകാശ കമ്മീഷൻ. കുട്ടികളെ തിരിച്ചെടുക്കണമെന്ന നിർദ്ദേശം പല സ്കൂളുകളും പാലിക്കുന്നില്ല എന്നും കമ്മീഷൻ അഭിപ്രായം. വീഴ്ച ആവർത്തിച്ചാൽ നിയമ നടപടി തന്നെ സ്വീകരിക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ ഇന്ന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമല്ലേ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് സ്കൂളുകൾ. അധ്യാപകർ ചെയ്യേണ്ടത് കുട്ടികളെ അപ്പോഴും തന്നെ പുറത്താക്കാൻ വേണ്ടിയുള്ളൊരു നടപടികളല്ല വേണ്ടത്. അവരെ ശരിയായ രീതിയിൽ ശരിയായ ദിശയിലേക്ക് നയിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങളാണ് അവിടെ ഉണ്ടാവേണ്ടത്. TC കൊടുത്ത് വിടുകയാണ്. TC കൊടുത്തു വിട്ടാൽ എൻ്റെ ഉത്തരവാദിത്വം തീർന്നു എന്നുള്ള നിലയിലാണ് വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശങ്ങളാണ് എന്നുള്ള തരത്തിൽ വരുന്നുണ്ട്. അതിൽ നമ്മൾ കറക്റ്റാണ്. കമ്മീഷൻ്റെ ഏത് കമ്മീഷനായാലും അതിൻ്റെ ഉത്തരവുകൾ റെക്കമെൻഡേറ്ററി നേച്ചറാണ്. പക്ഷേ അതിനർത്ഥം ആ നിർദ്ദേശങ്ങൾ മുഴുവൻ തള്ളിക്കളയേണ്ടതാണ് എന്നതല്ല. അത് പരിശോധിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടവ തന്നെയാണ്. നിസ്സാര കാര്യങ്ങളുടെ പേരിൽ ശിക്ഷാ നടപടിയുടെ ഭാഗമായി കുട്ടികളെ പല സ്കൂളുകളിലും പുറത്താക്കുന്നു എന്നത് കമ്മീഷനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു. കുട്ടികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക, കുരിശേറുന്ന ബാല്യങ്ങളെ സംരക്ഷിക്കുക, ഇതൊക്കെ തന്നെ ബാലാവകാശ കമ്മീഷൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ്, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാരണം പറഞ്ഞ് ഏതെങ്കിലും മാനേജ്മെൻറ്റിന് താല്പര്യമില്ലെങ്കിൽ കുട്ടികളെ TC കൊടുത്ത് പറഞ്ഞയക്കുന്ന ആ കലാപരിപാടി അവസാനിപ്പിക്കണമെന്നാണ് ഇന്ന് ബാലാവകാശ കമ്മീഷൻ നമ്മോട് പറഞ്ഞു വയ്ക്കുന്നത്. അദ്ദേഹവുമായി സംസാരിച്ച തിരുവനന്തപുരത്ത് നിന്ന് AV ജയശങ്കർ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ പ്രേക്ഷകരുമായി ഈ പ്രൈം ടൈമിൽ പങ്കുവയ്ക്കാൻ. ജയശങ്കർ, എന്തൊക്കെയാണ് ബാലാവകാശ കമ്മീഷൻ അലോസരപ്പെടുന്ന കാര്യങ്ങളായി നമ്മൾ കണ്ടത്? വിവരങ്ങൾ. SKN വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സംസ്ഥാനത്തെ സ്കൂളുകളിലെ പ്രധാന അധ്യാപകർക്കെതിരെ ഉന്നയിക്കുന്നത്. കുട്ടികൾ സ്കൂളിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ TC കൊടുത്തു വരുന്ന ഒരു പ്രവണത സംസ്ഥാനത്തുണ്ട്. ഇത് തുടർച്ചയായി നടക്കുന്നുവെന്നാണ് കമ്മീഷൻ പറയുന്നത്. ഇത് ശരിയായൊരു രീതിയല്ല. കുട്ടികൾക്ക് വിദ്യ പകരേണ്ട, അവരെ സംസ്കാര സമ്പന്നമായി വളർത്തേണ്ട ഉത്തരവാദിത്വം അധ്യാപകർക്കാണ്. അല്ലാതെ ചെറിയ പ്രശ്നങ്ങൾക്ക് പുറത്താക്കുകയല്ല വേണ്ടത്. കുട്ടികൾക്ക് ശരിയായ ദിശ അധ്യാപകർ നൽകണം.
കുട്ടികൾ ഇങ്ങനെ ചെയ്യുന്നത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ഇത് തിരുത്തേണ്ടത് അധ്യാപകരുടെ ഉത്തരവാദിത്തമാണ്. കമ്മീഷൻ ഇത്തരത്തിൽ കുട്ടികളെ പുറത്താക്കുന്ന സംഭവത്തിൽ പല സംഭവങ്ങളിലും ഇടപെട്ട നിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും ഇവ പാലിക്കാൻ പല സ്കൂളുകളും അധ്യാപകരും തയ്യാറാകുന്നില്ല. കമ്മീഷൻ പലപ്പോഴും നിർദ്ദേശങ്ങളായി തന്നെയാണ് ഉത്തരവുകൾ നൽകുക. എന്നാൽ ഇവ മറ്റ് സാങ്കേതിക നടപടികൾ പറഞ്ഞുകൊണ്ട് ഇവ പാലിക്കാതെ ഒഴിഞ്ഞു പോകുന്നൊരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ഒപ്പം തന്നെ കമ്മീഷന്റെ ഇത്തരം ഉത്തരവുകളെ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളെ തള്ളിക്കളയാൻ സാധിക്കില്ല. ഒപ്പം തന്നെ അധ്യാപകർക്കെതിരെ വളരെ ഗുരുതര ആരോപണം കമ്മീഷൻ ഉന്നയിക്കുന്നു. അതായത് ജൂനൈൽ ജസ്റ്റിസ് ആക്ട്, സംസ്ഥാനത്തെ ജൂനൈൽ ജസ്റ്റിസ് ആക്ട് പല അധ്യാപകർക്കും അതിനെക്കുറിച്ച് അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് അറിയില്ല എന്ന ഗുരുതരമായ ആരോപണവും കമ്മീഷൻ തുറന്നു വയ്ക്കുന്നു. എന്തായാലും ഇത്തരം പ്രവണതകൾ തുടർന്നാൽ കർശന നിയമ നടപടി ഉണ്ടാകുന്ന ഒരു മുന്നറിയിപ്പും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നമ്മോട് പറയുന്നുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് കഴിഞ്ഞ കുറേ മാസങ്ങളായി സ്കൂളുകളിൽ ചെറിയ അടിപിടികൾ ഉണ്ടാകുമ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും സ്കൂൾ അധികൃതർ ആദ്യമായി ചെയ്യുന്ന കാര്യം കുട്ടികളെ സ്കൂളിൽ നിന്ന് TC പറഞ്ഞ് വിടുക എന്നുള്ള കാര്യമാണ്. ഇത് തുടർച്ചയായി ഉണ്ടാകുന്നു. കമ്മീഷൻ ഇത് സംബന്ധിച്ച് നിരവധി പരാതികൾ ലഭിച്ചു. ഈ പരാതികളിലെല്ലാം തന്നെ കുട്ടികളുടെ ഭാഗത്ത് നിൽക്കുന്ന ഒരു നിലപാട് കമ്മീഷൻ എടുത്തു. പക്ഷേ ഇത്തരം നിലപാടെടുത്ത സ്കൂളുകൾക്ക് നിർദ്ദേശം നൽകുമ്പോൾ ഇത് ലംഘിക്കപ്പെടുന്ന, സാങ്കേതികത്വം ഉപയോഗിച്ചുകൊണ്ട് ഇത് ലംഘിക്കുന്ന ഒരു സ്ഥിതിയാണ് സംസ്ഥാനത്തുള്ളത്. ഈ ഒരു ഘട്ടത്തിലാണ് കമ്മീഷൻ സംസ്ഥാനത്തെ അധ്യാപകർക്ക് ഒരു വാർണിംഗ് നൽകുന്നത്. അതായത് ഇത് ചട്ടവിരുദ്ധമാണ്, കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ അത് പാലിക്കാനുള്ളതാണ്, തങ്ങൾ നിലകൊള്ളുന്നത് കുട്ടികൾക്ക് വേണ്ടിയാണ്, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് എന്നൊരു ഉറച്ച തീരുമാനവുമായാണ് കമ്മീഷൻ വരുന്നത്. എന്തായാലും ഈ സംഭവങ്ങളെല്ലാം തന്നെ കമ്മീഷൻ കൃത്യമായി പരിശോധിക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ അനുവദിച്ചു പോകില്ല എന്നൊരു നിലപാട് തന്നെയാണ് കമ്മീഷൻ സ്വീകരിച്ചു വരിക്കുന്നത്. കാരണം കമ്മീഷൻ പൂർണ്ണമായും കുട്ടികളുടെ ഭാഗത്ത് നിൽക്കുന്നു. അവർ കുട്ടികളാണ് എന്നുള്ള പരിഗണന തന്നെയാണ് കമ്മീഷൻ കൊടുക്കുന്നത്. അവർ പല കാര്യങ്ങളും ചെയ്യും, തെറ്റുകൾ ചെയ്യും, അത് അധ്യാപകർ തിരുത്തണം. അവരെ സംസ്കാര സമ്പന്നരായി വളർത്തേണ്ട ഉത്തരവാദിത്വം അധ്യാപകർക്കാണ്. അതിനാദ്യം ജൂനിയർ ജസ്റ്റിസ് ആക്ട് എന്താണെന്ന് അധ്യാപകർ പഠിക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ പറയുന്നു. അതീവ ഗുരുതര സാഹചര്യമാണ്. വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ ഈ കമ്മീഷന്റെ ഈ പ്രസ്താവന, ഈ പ്രതികരണം നിരീക്ഷിച്ച് വേണ്ട നടപടികൾ എടുക്കാൻ തയ്യാറാവണം. അത്രമാത്രം കുട്ടികൾക്ക് വേണ്ടിയാണ് ജൂനിയർ ജസ്റ്റിസ് ആക്ട് ഉൾപ്പെടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ ആക്ട് പ്രകാരമുള്ള കമ്മീഷനാണ് ഇപ്പോൾ സംസ്ഥാനത്തെ അധ്യാപകർക്കെതിരെ ഇത്തരം ഒരു പ്രതികരണമായി വരുന്നത്. SKN. താങ്ക് യു. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. കുട്ടികളുടെ അവകാശ സംരക്ഷണം അത് ഒരു ചെറിയ കാര്യമല്ല. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് നടപ്പിൽ വന്ന ഒരു രാജ്യമാണ്, സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അതുകൊണ്ട് തന്നെ ഈ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് മാനേജ്മെൻറ്റിനോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൈവറ്റ് സ്കൂൾ മേധാവികൾക്കോ അല്ലെങ്കിൽ സർക്കാർ സ്കൂൾ മേധാവികൾക്കോ കുട്ടികളെ പുറത്താക്കണം എന്ന് കരുതിയാൽ, ആ ബാല്യം കുരിശേറുന്നു എന്ന് കണ്ടാൽ അതിൽ ഇടപെടാനുള്ള അവകാശവും നിയമപരമായ ബാധ്യതയുമുള്ളത് ബാലാവകാശ കമ്മീഷനാണ്. നമുക്കറിയുന്ന പോലെ ഈ ബാല്യകാലത്ത്, കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാലത്ത് ഹൃദയത്തിനൊരു മുറിവേറ്റാൽ ആജീവനാന്തം ആ മുറിവ് നമ്മുടെ മനസ്സിലോ ഹൃദയത്തിലോ അങ്ങനെ കിടക്കും. ഒരുപാട് കാലം അങ്ങനെ കിടക്കും. മാത്രമല്ല കുട്ടികൾ പാതി വഴിയിൽ പഠനം അവസാനിപ്പിച്ച് പോകുന്ന ഒരു കാഴ്ചയും ബാലാവകാശ കമ്മീഷന് അനുവദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് വളരെ ധൈര്യപൂർവ്വമുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ നടത്തിയിരിക്കുന്നത്. ഈ നിയമം പൂർണ്ണമായും, ജസ്റ്റിസ് ജുവനൈൽ ആക്ട് പൂർണ്ണമായും സംരക്ഷിച്ചുകൊണ്ട് തന്നെ കുട്ടികളെ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് പള്ളിക്കൂടത്തിന് പുറത്താക്കുന്ന കലാപരിപാടി അവസാനിപ്പിക്കാൻ ബാലാവകാശ കമ്മീഷൻ കഴിയട്ടെ എന്നാണ് ഈ ഉത്രാട ദിനത്തിൽ നമുക്ക് ആശംസിക്കാനുള്ളത്. ഉത്രാടത്തിൻ്റെ തിരക്കാണെന്ന് എനിക്കറിയാം. നാളത്തെ സദ്യവട്ടമൊക്കെ തയ്യാറാക്കുന്നതിന് തിരക്കാണ് പല വീടുകളിലും. അപ്പോൾ അതിനിടയിലാണ് നിങ്ങൾ ടെലിവിഷൻ കാണുന്നതും. പലരും യാത്രയിലാണ്. നാളത്തെ തിരുവോണത്തിന് എത്തിച്ചേരുക എന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം, മഹാബലി തിരുമേനിയുടെ എഴുന്നള്ളത്തിന് തങ്ങളും കൂടെ ഉണ്ടാകണം എന്ന തീരുമാനത്തിലാണ് മലയാളികൾ എവിടെയുണ്ടെങ്കിലും എന്ന് എനിക്കറിയാം. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് തിരുവോണം സമുചിതമായി ആഘോഷിക്കാൻ എല്ലാ സാഹചര്യം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. ഇനി നമുക്ക് ദുഃഖകരമായ ഒരു വാർത്തയിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. കാസർഗോട്ട് കാഞ്ഞങ്ങാട് ട്രെയിൻ തട്ടി 3 സ്ത്രീകൾ മരിച്ചു. കോയമ്പത്തൂർ ഹിസാർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഇടിച്ചാണ് ഈ അപകടം ഉണ്ടായത്. ഒരു ബന്ധുവിൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് നമ്മൾ അറിയാൻ കഴിയുന്നത്. കാസർഗോഡ് നിന്ന് അരുൺ പാറയ്ക്കൽ വിശദാംശങ്ങളുമായി ഈ അപകടത്തിൻ്റെ വിവരങ്ങൾ നമുക്ക് നൽകുന്നു. അരുൺ പാറയ്ക്കൽ, ഈ അപകടത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്? SKN 6:45 കൂടിയാണ് കാഞ്ഞങ്ങാട് ഈ ഒരു അപകടം ഉണ്ടാവുന്നത്. കോയമ്പത്തൂരിൽ നിന്ന് ഹിസാറിലേക്ക് പോകുന്ന സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 6:45 കൂടി കാഞ്ഞങ്ങാട് ഭാഗത്തു കൂടി കടന്നുപോയി. ഈ സമയത്താണ് അപകടം ഉണ്ടാവുന്നത്. കാസർഗോഡ് ജില്ലയിൽ എവിടെയും ഈ ട്രെയിനിന് സ്റ്റോപ്പില്ല. മരിച്ചവർ 3 പേരും സ്ത്രീകളാണ്. കോട്ടയം ചിങ്ങവരം സ്വദേശികളാണ്. അവരുടെ പേര് വിവരങ്ങൾ ഇങ്ങനെയാണ്: ചിന്നമ്മ 70 വയസ്സ്, ഏഞ്ചൽ 30 വയസ്സ്, ആലിസ് തോമസ് 62 വയസ്സ്. കള്ളാറിലുള്ള ബന്ധുവിന്റെ കല്യാണത്തിന് വേണ്ടി, വിവാഹത്തിന് വേണ്ടി ഇവിടേക്ക് എത്തിയതായിരുന്നു. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇവർ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. ഈ വിവാഹത്തിന് വേണ്ടി കോട്ടയത്തെ ചിങ്ങവനത്തിൽ നിന്ന് എത്തിയവരായിരുന്നു. ഇവർ 2 പ്ലാറ്റ്ഫോമിലായി
അകപ്പെട്ടു. അതിനിടയ്ക്ക് പാളം മുറിച്ച് മറ്റ് പ്ലാറ്റ്ഫോമിലേക്ക് ഓടുന്നതിനിടയിലാണ് ഈ അപകടം സംഭവിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മൂവരുടെയും മൃതദേഹം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ പൂർത്തീകരിച്ചു. ഇപ്പോൾ ബന്ധുക്കൾ എല്ലാവരും കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലാണ് നിലവിൽ ഉള്ളതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. സ്റ്റേൻ വലിയ രീതിയിലുള്ള ഒരു അപകടമാണ് ഈ ഒരു ഓണത്തലേന്ന് സംഭവിച്ച ദുഃഖകരമായ ഒരു കാര്യമാണ് സ്റ്റേൻ. ഓക്കെ, താങ്ക് യു. മറ്റൊരു കാര്യം എനിക്ക് അറിയിക്കാനുള്ളത്, ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ മുതൽ 22-ാം തീയതി വരെയാണ് ഈ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുക. നഗരത്തിൽ അനധികൃതമായ പാർക്കിംഗ് അനുവദിക്കില്ല. പാർക്കിങ്ങിനായി അനുവദിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ മാത്രമേ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അനധികൃതമായി പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ റിക്കവറി വാഹനം ഉപയോഗിച്ച് നീക്കുമെന്നും തിരുവനന്തപുരം സിറ്റി പോലീസ് അറിയിക്കുന്നു. ഇനി നമുക്ക് ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയിലേക്ക്. മലപ്പുറം വണ്ടൂർ നടുവത്ത് യുവാവ് മരിച്ചത് നിപ്പ ബാധിച്ചെന്ന് സംശയം വന്നിരിക്കുന്നു. കോഴിക്കോട്ടെ ലാബിൽ നിന്നുള്ള പരിശോധനാ ഫലം പോസിറ്റീവായി. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഫലം വന്നാലേ നമുക്ക് നിപ്പ സ്ഥിരീകരിക്കാൻ കഴിയൂ. ബംഗളൂരുവിൽ പഠിക്കുകയായിരുന്ന വിദ്യാർത്ഥി ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മരിച്ചത്. തിരുവനന്തപുരത്ത് ഇതിൻ്റെ വിശദാംശങ്ങളുമായി അലക്സ് റാം മുഹമ്മദ് കൂടി പ്രൈം ടൈമിൽ ചേരുന്നു. അലക്സ്, എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? SKN, മലപ്പുറത്ത് വീണ്ടും ഒരു നിപ്പ ആശങ്കയുടെ സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SKN സൂചിപ്പിച്ചതുപോലെ മലപ്പുറം വണ്ടൂർ നടുവത്ത് 24 വയസ്സുകാരനാണ് കഴിഞ്ഞ തിങ്കളാഴ്ച പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത്. ഇദ്ദേഹത്തിൻ്റെ മരണം നിപ്പ മൂലമെന്ന് ആരോഗ്യവകുപ്പ് സംശയിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ പ്രധാനപ്പെട്ട വിവരവും വാർത്തയും. ആരോഗ്യവകുപ്പ് നിപ്പ സ്ഥിരീകരണത്തിനുള്ള പരിശോധനയ്ക്ക് ഈ സാമ്പിൾ അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആലപ്പുഴ NIVയിലേക്കും പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും ഈ 24 വയസ്സുകാരൻ്റെ സാമ്പിൾ അയക്കും. ബാംഗ്ലൂരിൽ പഠിക്കുകയായിരുന്നു 24 വയസ്സുകാരനായ യുവാവ്. നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് മനസ്സിലാക്കുന്നത് ഓഗസ്റ്റ് 22-നാണ് അദ്ദേഹം നാട്ടിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് സെപ്റ്റംബർ 4 ബുധനാഴ്ചയാണ് അദ്ദേഹത്തിന് പനി ഉണ്ടാകുന്നതും വെള്ളിയാഴ്ച വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു. പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ മാറ്റുകയായിരുന്നു. ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് മരണം സംഭവിച്ചത്. ഇതിൽ അദ്ദേഹത്തിന് കടുത്ത പനിയുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ പേശിവേദന അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് ഗുരുതരമായി തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് നിപ്പയുടെ രോഗലക്ഷണങ്ങൾ 24 വയസ്സുകാരൻ പ്രകടിപ്പിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ മരണകാരണം എന്താണെന്ന് ഇതുവരെയും സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോഴാണ് മലപ്പുറത്തെ ഈ പഴയ ഒരു ഹിസ്റ്ററി കൂടി പരിശോധിച്ചുകൊണ്ട് ഈ സാമ്പിൾ പൂനെയിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. അത് നിപ്പയാണെന്ന് സ്ഥിരീകരിച്ചാൽ കൂടുതൽ കർശനമായ ജാഗ്രതാ നടപടികളിലേക്ക് ആരോഗ്യവകുപ്പ് കടക്കും. പ്രാഥമിക ജാഗ്രത എന്നോണം ആരോഗ്യവകുപ്പ് ജില്ലാ മെഡിക്കൽ വിഭാഗത്തിന് ആ പ്രദേശത്തെ നിരീക്ഷിക്കാനും മറ്റുമൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ യോഗമൊക്കെ വിളിച്ച് ചേർക്കുന്നുണ്ട്. എന്താണെങ്കിലും സ്ഥിരീകരണം വരേണ്ടതുണ്ട്. SKN 4 മുതൽ 14 ദിവസമാണ് നിപ്പയുടെ ഇൻക്യുബേഷൻ പീരീഡ്. ഓഗസ്റ്റ് 22-നാണ് അദ്ദേഹം നാട്ടിലേക്ക് എത്തിയത് എന്നുള്ളത് സ്ഥിരീകരിച്ചാൽ ഒരുപക്ഷെ മലപ്പുറത്ത് എവിടെയെങ്കിലും നിന്നാകാൻ നിപ്പ ബാധിച്ചതെന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അതൊരു കർശനമായി പ്രതിരോധിക്കേണ്ട, ജാഗ്രത ഉണ്ടാകേണ്ട ഒരു സമയമായി അത് മാറും. എന്താണെങ്കിലും സ്ഥിരീകരണത്തിന് കാത്തിരിക്കുകയാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ്. ഓക്കെ, താങ്ക് യു അലക്സ് റാം മുഹമ്മദ്. മാവേലി നാടുവാണ കാലത്ത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെയായിരുന്നു എന്നൊരു മഹത്തായ സങ്കല്പത്തിൻ്റെ അനാവരണമാണ് ഓണാഘോഷത്തിൻ്റെ അടിസ്ഥാനം. നാളെ തിരുവോണം നാളിൽ നന്മയുടെ പ്രതീകമായ മഹാബലി എഴുന്നള്ളുന്നു. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ഏറ്റവും വലിയ ഉത്സവം ആണ് തിരുവോണം എന്ന് പറയുന്നത്. തിരുവോണ സദ്യ, അതൊക്കെ നിറവിൻ്റെ ഉത്സവം കൂടിയാണ്. എല്ലാ നിറവോടെയും നിങ്ങൾക്ക് തിരുവോണം ആഘോഷിക്കാൻ കഴിയട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. പ്രൈം ടൈം തുടരുകയാണ്. നിങ്ങൾക്കറിയുന്നത് പോലെ ഓണക്കോടിയെടുക്കാനും വിപണികളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാനും പച്ചക്കറി വാങ്ങാനും ഒക്കെ തിരക്കിലാണ്. ഈ രാത്രി വൈകിയും നമ്മുടെ പ്രിയപ്പെട്ട ആളുകൾ, മലയാളികൾ ലോകമെമ്പാടും ഓണം ആഘോഷിക്കാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു. നാളെ തിരുവോണം. എല്ലാ പ്രേക്ഷകർക്കും തിരുവോണ ദിന ആശംസകൾ നേരുന്നു. ഒരുപാട് നൊമ്പരങ്ങളൊക്കെ നമ്മളെ വിടാതെ പിന്തുടരുന്നുവെങ്കിൽ പോലും ഓണം നമ്മൾ സമുചിതമായി നാളെ ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്നു. എല്ലാവർക്കും വീണ്ടും ഓണാശംസകൾ. കൊച്ചുമോൻ കൊല്ലം ഒരു യൂട്യൂബ് സന്ദേശം അയച്ചിരിക്കുന്നു. ബാലാവകാശ കമ്മീഷൻ പിരിച്ചുവിടണം. ഇത്തരം തെമ്മാടികളായ കുട്ടികളെ സംരക്ഷിക്കുന്ന നിലപാട് കമ്മീഷൻ മാറ്റണമെന്നാണ് കൊച്ചുമോൻ്റെ അഭിപ്രായം. കൊച്ചുമോൻ, കുട്ടികളെ നമ്മൾ കുട്ടികളായി കാണണം എന്ന് പറയുന്ന ആ കാര്യം ഞാൻ താങ്കളെ ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ രാജേന്ദ്രൻ പറയുന്നു, ബാലാവകാശ കമ്മീഷനെ അന്തവും കുന്തവും അറിയില്ല, തെറ്റ് ചെയ്താൽ കുട്ടികളെ ശിക്ഷിക്കുക തന്നെ വേണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ചിലരൊക്കെ ഇങ്ങനെയുള്ള അഭിപ്രായം രേഖപ്പെടുന്നു. പക്ഷേ നമ്മൾക്ക് വളർന്നു വരുന്നൊരു തലമുറയുടെ പ്രതീകമാണ് കുട്ടികൾ. അവരെ നമുക്ക് സംരക്ഷിച്ചേ പറ്റൂ. അവരെ വഴിപിടിച്ച് നടത്തുമ്പോൾ കടുത്ത ശിക്ഷ കൊടുത്ത് അവരുടെ ബാല്യം ഒരു കുരിശാക്കി മാറ്റാൻ നമ്മൾ തയ്യാറാകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം.
സീതാറാം യെച്ചൂരി ഇനി വിപ്ലവ വീര്യത്തിൻ്റെ കെടാത്ത ഓർമ്മ. വിലാപയാത്രയ്ക്കൊടുവിൽ മൃതദേഹം ഡൽഹി എയിംസിലെ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠനത്തിനായി കൈമാറി. രാഷ്ട്രീയ പ്രമുഖരുൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. രാവിലെ 10:15 വസന്ത് കുഞ്ചിലെ വസതിയിൽ നിന്ന് സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം CPM ആസ്ഥാനമായ AKG ഭവനിലെത്തിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള PB അംഗങ്ങളും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി. നേതാക്കളും പ്രവർത്തകരും സംഘടനാ പ്രതിനിധികളും പ്രിയ സഖാവിന് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. മുൻ ഉപരാഷ്ട്രപതി ഹമീദ് അൻസാരി, കോൺഗ്രസ് നേതാക്കളായ സോണിയാഗാന്ധി, P. ചിദംബരം, ജയറാം രമേശ്, NCP അധ്യക്ഷൻ ശരത് പവാർ, സമാജ്വാദി പാർട്ടി നേതാവ് രാം ഗോപാൽ യാദവ്, ആം ആദ്മി പാർട്ടി നേതാക്കളായ മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ് തുടങ്ങിയ ദേശീയ നേതാക്കളുടെ വലിയ നിര തന്നെ യെച്ചൂരിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി. നേപ്പാൾ മുൻ പ്രധാനമന്ത്രി മാധവ് കുമാർ നേപ്പാളും അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ട് 3-ന് AKG ഭവനിൽ നിന്ന് വിലാപയാത്ര. ലാൽസലാം വിളികളോടെ നൂറുകണക്കിന് പേർ അനുഗമിച്ചു. മുൻപ് CPIM ഓഫീസ് പ്രവർത്തിച്ചിരുന്ന അശോക റോഡിലെ 14-ാം നമ്പർ വസതി വരെ വിലാപയാത്ര. തുടർന്ന് മൃതദേഹം ഡൽഹി എയിംസിന് കൈമാറി. ടീം 24 ഡൽഹി. സീന മുഹമ്മദ് പറയുന്നു, ഇടയ്ക്ക് നമ്മൾ വയനാടിനെ ഓർമ്മിക്കുമ്പോൾ അതൊരു വിങ്ങലായി മാറുന്നു എന്നാണ് പറയുന്നത്. നിഷാദ് പറയും, നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. ആയിക്കോട്ടെ, നിങ്ങൾ ആഘോഷിക്കും, നല്ല ദിവസമല്ലേ. ഇത്രയും നല്ല ദിവസമുണ്ടോ ജനിക്കാൻ? ഇന്ന് ഉത്രാടപ്പാച്ചിലിൻ്റെ ദിവസമായിരുന്നു. ഉത്രാടത്തിൻ്റെ തിരക്കായിരുന്നു മിക്കവർക്കും. ഉത്രാടപ്പാച്ചിലിൽ മലയാളി. യെസ്, ഓണത്തിരക്കിലാണ് ലോകത്തെ മലയാളികൾ. തിരുവോണത്തിൻ്റെ ആരവങ്ങളിലേക്ക് മലയാളികളെ നയിച്ച ഉത്രാടപ്പാച്ചിൽ നടന്നു. സദ്യവട്ടം ഒരുക്കാനും ഓണക്കോടികൾ വാങ്ങാനുമുള്ള വലിയ തിരക്കിലായിരുന്നു നാടും നഗരവും പിന്നിട്ട് ജനങ്ങൾ. എല്ലാവരും ഇന്ന് ഒരുപാട് കടകളിൽ കയറി ഇറങ്ങുന്ന, വിപണികൾ ലക്ഷ്യമാക്കി നടക്കുന്ന ദിവസമായിരുന്നു ഇന്ന്. കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഓണത്തിരക്കിൻ്റെ വിവരങ്ങൾ കൃത്യമായി നൽകാൻ നമ്മുടെ പ്രതിനിധികൾ തയ്യാറായിട്ടുണ്ട്. അവരൊക്കെ തത്സമയം ചേരുകയാണ്. തിരുവനന്തപുരത്തെ ചാല മാർക്കറ്റിൽ നിന്ന് ഷെവീദ് റാവുത്തർ, അതുപോലെ കോഴിക്കോട് നിന്ന് മിഠായി തെരുവിൽ നിന്ന് ദീപക് തർമ്മടം, കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, കോഴിക്കോട് നിന്ന് സെൻട്രൽ മാർക്കറ്റിൽ നിൽക്കുന്ന മിഥില ബാലൻ, ഇവരൊക്കെ നമുക്കൊപ്പം തത്സമയം ചേർന്ന് ഉത്രാടദിന കച്ചവടത്തിൻ്റെ വിശദാംശങ്ങൾ, വിപണി എങ്ങനെ ഉണരുന്നു എന്ന കാര്യവും നമ്മളെ അറിയിക്കാൻ ചേരുന്നു. ആദ്യം ചാല മാർക്കറ്റിലേക്ക് ഷെവീദ് റാവുത്തർ തത്സമയം ചേരുകയാണ്. ഷെവീദ്, ചാല മാർക്കറ്റിൽ ഇന്ന് രാവിലെ അത്ര വലിയ തിരക്കുണ്ടായിരുന്നില്ല, എന്നാൽ ഉച്ചയോടെ വലിയ തിരക്കായി ഞാൻ മനസ്സിലാക്കുന്നു. വൈകുന്നേരം ആയപ്പോൾ എന്താണ് സ്ഥിതി? ഈ സമയത്ത് ഇപ്പോഴെന്താണ് സ്ഥിതി? ഷെവീദുമായി ബന്ധപ്പെടാൻ കഴിയുന്നില്ല. ചില സാങ്കേതിക പ്രശ്നമുണ്ട്. നമുക്ക് ഷെവീദുമായി ബന്ധപ്പെടാൻ കഴിയും. ആ സമയം നമുക്കപ്പം കോഴിക്കോട് മിഠായി തെരുവിൽ നിന്ന് ദീപക് തർമ്മടം കൂടി ചേരുന്നു. ദീപക്, കോഴിക്കോട് മിഠായി തെരുവിൽ ജനനിബിഡമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ് മിഠായി തെരുവിൽ നിന്ന് നമുക്ക് ഒപ്പിയെടുക്കാൻ കഴിയുന്ന ഓണത്തിൻ്റെ വിപണിയുടെ ദൃശ്യങ്ങൾ? SKN, വെരി ഗുഡ് ഈവനിങ്. അതുപോലെ തന്നെ ഉത്രാടപ്പാച്ചലിൻ്റെ അവസാന ഓട്ടത്തിലാണ് നമ്മൾ കാണുന്നത്. മിഠായി തെരുവ് SM സ്ട്രീറ്റിൽ ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്നത് ഓണക്കാലത്താണ്. എല്ലാവരും ഓണത്തിന് കച്ചവടത്തിന് എത്തുമെന്നുള്ളതാണ്. നമുക്ക് ഈ വ്യാപാരികളോട് നമുക്ക് ചോദിക്കേണ്ടതുണ്ട്. എങ്ങനെയുണ്ട് വൈബ്? എങ്ങനെയുണ്ട്? ദുരന്തത്തിന്റെയും ദുരിതത്തിന്റെയും കാലം കഴിഞ്ഞില്ലേ? അത് കഴിഞ്ഞു. ഓക്കെ, SKN ഇതാ ഒരു കുടുംബം ഇവിടെ പർച്ചേസിങ്ങിന് വേണ്ടി വന്നല്ലേ? എന്തൊക്കെ പർച്ചേസ് ചെയ്തു? ഒരുപാട് പർച്ചേസ് ചെയ്തു. ആണോ? അച്ഛന്റെ ക്യാഷെല്ലാം കളഞ്ഞോ? നാളെ എന്താ ഓണത്തിന് പരിപാടി? നാളെ ഓണത്തിന് സദ്യ, പൂക്കളം, അതൊക്കെ തന്നെ. സാധാരണ നമ്മുടെ മലബാറിലെ സദ്യക്ക് മീൻ, ഇറച്ചിയൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇല്ല. ഇതാ SKN നമുക്ക് കാണാം, വഴിവാണിഭക്കാരുടെ വലിയ കൊയ്ത്തിന്റെ കാലമാണ് ഈ ഓണക്കാലം. ഇതാ ഒന്ന് പ്രജ്വൽ കാണുന്നത്. അതുപോലെ തന്നെ ഈ കടകളിലും വലിയ തിരക്കാണ് നമുക്ക് കാണാം. അതൊരു കാര്യം, ഈ മലബാറിൽ ഈ സാധാരണ പുതുവസ്ത്രം മാത്രമല്ല, എല്ലാം ഓണത്തിന് പുതിയത് വാങ്ങിക്കുക എന്നുള്ളതാണ് പൊതുവിലെ രീതി. നമുക്കിതാ കാണാം, ചെരുപ്പ് കടയിൽ പോലും വലിയ തിരക്കാണ്. SKN ഇതാ SM സ്ട്രീറ്റിലെ ചെരുപ്പ് കടയിലെ തിരക്കാണ് നമ്മൾ കാണുന്നത്. എങ്ങനെയുണ്ട് കച്ചവടം?
കച്ചവടം നന്നായിട്ട് പോകുന്നു. ഉഷാറാണ്. ഓ ഉഷാർ. ഈ ഓണത്തിന് പൊതുവെ ചെരുപ്പും പുതിയത് മേടിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ടല്ലേ? തീർച്ചയായിട്ടും അത് വാങ്ങിക്കല്ലോ. നമുക്ക് ഈ കടയിലുള്ള ഉപഭോക്താക്കളോട് കാണേണ്ടതുണ്ട്, എങ്ങനെയുണ്ട് പൊതുവെ ചെരുപ്പ് മേടിക്കാൻ വന്നതാണോ? ഈ ഓണത്തിന് പുതിയ ചെരുപ്പ് മേടിക്കോ? ഇല്ല, ഓണത്തിന് ചെരുപ്പ് വാങ്ങിക്കുന്നല്ല, വെറുതെ ഇത് കൂടെ നടക്കുമ്പോൾ നമ്മൾ കാണുന്ന കടകളൊക്കെ കയറി നോക്കുക, നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കുക, അത് തന്നെ. എങ്ങനെ നമ്മളെ ഓണം, ഈ പ്രാവശ്യത്തെ ഓണം വലിയ വൈബാണോ? അതെ, വൈബാണ്. നാളെ എന്തൊക്കെ പരിപാടി? നാളെ എന്താ, ബീച്ചിൽ പോവുക, ഇവിടെ ഫുള്ള് കറങ്ങുക, കോഴിക്കോട് ഫുള്ള്. ബീച്ചിലാണ് നാളെ ഓണം അടിച്ചു പൊളിക്കാൻ പോകുന്നത് വൈകുന്നേരം. ഓക്കെ SKN, ഇതാണ് പൊതുവിലുള്ള അവസ്ഥ. നമ്മൾ പ്രജ്വലൊന്ന് ക്യാമറ പാൻ ചെയ്താൽ കാണാം, SM സ്ട്രീറ്റിൽ വലിയ രീതിയിലുള്ള തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇതാ ഈ ഒരു വൈബ് ഉത്രാടപ്പാച്ചിൽ അക്ഷരാർത്ഥത്തിൽ എങ്ങനെയാണ് എന്ന് കാണണമെങ്കിൽ കോഴിക്കോട്ടെ SM സ്ട്രീറ്റിലേക്ക് തന്നെ വരണം. കാരണം ആബാലവൃദ്ധ ജനങ്ങൾ, വയോവൃദ്ധർ മുതൽ പിഞ്ചു കുട്ടികൾ വരെ ഈ ഓണത്തിന്റെ വൈബിന് വേണ്ടി എത്തുന്നത് ഈ മിഠായി തെരുവിലാണ്. SKN മിഠായി തെരുവിൽ വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്, പക്ഷേ എന്നാലും വാഹനങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. SKN, ഏതായാലും ഓണം അടിച്ചു പൊളിക്കാൻ കോഴിക്കോട് ഒരുങ്ങിക്കഴിഞ്ഞു. ഓക്കെ, താങ്ക് യു ദീപക് തലമുറ. ഇനി തിരുവനന്തപുരത്തേക്ക് ചാല മാർക്കറ്റിൽ നിന്ന് ഷവീദ് റാവുത്തർ കൂടി നമുക്കൊപ്പം ചേരുന്നു. ഷവീദ്, ചാലയിലെ ജനത്തിരക്ക് എങ്ങനെയാണ്? വിപണിയുടെ ഉണർവ് എത്രമാത്രം നന്നായിരിക്കുന്നു? ഒരുപാട് ആളുകൾ ഈ ഉത്രാടപ്പാച്ചിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാളത്തെ തിരുവോണം കെങ്കേമമാക്കാനുള്ള തത്രപ്പാട് പറയൂ. ഉറപ്പായിട്ടും, കാരണം നമ്മൾ ഇന്ന് രാവിലെ സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ജനത്തിരക്കല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ അവസാനഘട്ട ഓണപ്പാച്ചിലാണ് ചാലക്കമ്പോളം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തിരുവനന്തപുരത്തുകാർ ഒന്നാകെ ചാലക്കമ്പോളത്തിലേക്ക് എത്തിയൊരു പകലാണിന്ന്. നമുക്ക് ഈ ദൃശ്യങ്ങളിലെ ഈ ട്രാഫിക് ബ്ലോക്ക് തന്നെ, അല്ലെങ്കിൽ ഗതാഗത കുരുക്ക് തന്നെ കണ്ടാൽ മനസ്സിലാകും. ചാലക്കമ്പോളത്തിലേക്കുള്ള ഓരോ വഴികളും അത് ആ രീതിയിൽ ഈ വാഹനങ്ങൾ കൊണ്ടും മനുഷ്യരെയും കൊണ്ടൊക്കെ നിറഞ്ഞൊരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും. SKN, എല്ലാ തരത്തിലുള്ള സാധനങ്ങളും, അത് ഇപ്പോൾ പച്ചക്കറി ആണെങ്കിലും പലവ്യഞ്ജനമാണെങ്കിലും മറ്റ് ഡ്രസ് ഐറ്റങ്ങളാണെങ്കിലും മറ്റ് വീട്ടിലേക്കുള്ള ആവശ്യങ്ങളാണെങ്കിലും ഓണത്തിന് എന്തൊക്കെ വേണോ അത്തരം സാധനങ്ങളൊക്കെ അത് നമുക്ക് ഈ തിരുവനന്തപുരത്തെ ചാലക്കമ്പോളത്തിൽ കിട്ടും. ഈ ചാലക്കമ്പോളമാണ് തിരുവനന്തപുരത്തുകാരുടെ ഓണം വിശേഷങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നും. കാരണം അവർക്ക് അവശ്യ സാധനങ്ങളടക്കം കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം അതിവിടെയാണ്. ഇപ്പോഴും സജീവമാണ് ചാലക്കമ്പോളം. നമുക്ക് നമ്മളെ കടന്നു പോകുന്ന വാഹനങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാകും അത്രത്തോളം സജീവമാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ഇന്ന് രാത്രി വൈകിയും ഏറ്റവും കൂടുതൽ സജീവമാകുന്നത് പൂവിപണിയാണ്. അപ്പോൾ ആ പൂവിപണിയിലെ കാഴ്ച കൂടി നമുക്ക് മനസ്സിലാക്കാൻ നമുക്കൊന്ന് അവരോടൊന്ന് ചോദിച്ചറിയാം. SKN, അതായത് എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? എങ്ങനെയുണ്ട് കച്ചവടം? വേറെ മോശമാണ്, വലിയ കച്ചവടമൊന്നുമില്ല. പഴയ ഓണം എന്ന് പറഞ്ഞാൽ ഈ ചാലക്കട മൊത്തം നിറഞ്ഞ ആൾക്കാർ നിറഞ്ഞിരിക്കും. ഇപ്പം പഴയ കച്ചവടം കാര്യമായിട്ട് ആൾക്കാരൊക്കെ ഒന്ന് സാധനം മേടിക്കുന്നുണ്ടല്ലോ. കാര്യം വലിയ ബിസിനസ് വലിയ മോശമാണ്. ഒരു മോശമില്ല, സാധനങ്ങൾ വിലയും കൂടുതൽ, സാധനം കച്ചവടമില്ല. ഏതായാലും SKN, അതാണ് ഇപ്പോൾ ഈ ഒരു കച്ചവടക്കാരനാണ് അദ്ദേഹം പറഞ്ഞ കാര്യം ഇതാണ്. ഇപ്പോൾ ഈ രാത്രി വൈകി നമുക്കിനിപ്പോൾ ഏതെങ്കിലും തരത്തിൽ വ്യാപാരം നടക്കുന്നത് പച്ചക്കറി ഒന്നുമല്ല, അത് ഈ പൂവിപണി തന്നെയാണ്. കാരണം നാളെ രാവിലെ തിരുവോണ ദിവസം അത്തപ്പൂ വിടാൻ, വീടിന് മുൻപിൽ അത്തപ്പൂക്കളം ഒരുക്കാൻ പൂ തന്നെയാണ് വേണ്ടത്. തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൂ വിൽപ്പനശാല അതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഈ തമിഴ്നാട്ടിൽ നിന്നടക്കം കാര്യമായ രീതിയിൽ ഈ പൂവിപണി, പൂ എത്തുന്ന സ്ഥലമാണ്. പക്ഷേ അവിടെ അടക്കം നമുക്കപ്പോൾ അദ്ദേഹം പറഞ്ഞത് കുറച്ചധികം മോശമാണ്. പക്ഷേ എങ്കിൽ കൂടി കാര്യമായ ഓണാഘോഷം അത് തിരുവനന്തപുരത്തെ ഈ ചാലക്കമ്പോളത്തിലുണ്ട്. പലതരത്തിൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്, സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ഇനി ഒരൊറ്റ രാത്രി കൂടിയാണ് തിരുവോണ ദിനം. എത്ര ദുഃഖങ്ങൾ ഉണ്ടായാലും ഈ തിരുവോണ ദിവസം മലയാളികളെ സംബന്ധിച്ച് അത് എത്രയും പരമാവധി കഴിയാവുന്ന തരത്തിലേക്ക് അവർ ആഘോഷിക്കുകയാണ്. അത് ഈ ചാലക്കമ്പോളത്തിലേക്ക് എത്തുമ്പോൾ സാധാരണക്കാരുടെ ആഘോഷമായി മാറുകയാണ്. SKN. ഓക്കെ, ഷവീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ഈ ഓണക്കാലത്ത് ഏറ്റവും വലിയ അട്രാക്ഷൻ സദ്യ തന്നെയാണ്. എന്നാൽ സദ്യ ഉണ്ണുന്നത് എങ്ങനെയാകണം എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ മറ്റു രീതിയിൽ പറഞ്ഞാൽ സദ്യ എങ്ങനെ ഉണ്ണാതിരിക്കണം? നാളെ തിരുവോണമാണ്. നിങ്ങൾക്കറിയാം, വീടുകളിലൊക്കെ സദ്യയോട്ട് ഒരുക്കുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മൾ സദ്യ കഴിക്കേണ്ടത്? അതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? കാര്യം സദ്യ, പുതിയ തലമുറയ്ക്കൊക്കെ സദ്യ എങ്ങനെ കഴിക്കണമെന്ന കാര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ കാണും. നമ്മൾ എങ്ങനെയെങ്കിലും ആമാശയത്തിലേക്ക് വാരി എത്തിക്കുക എന്നുള്ളതല്ല, ഇതൊരു കലാപരിപാടി തന്നെയാണ്. സർഗ്ഗബോധം ഇതിൽ വേണം. രുചിയുടെ കുലപതിയായ പഴയുടെ മോഹൻ നമ്പൂതിരിയുടെ കലവറയിലേക്ക് നമുക്കൊന്ന് കടന്നു ചെന്നാൽ എങ്ങനെ ഉണ്ണണം എന്ന കാര്യം അദ്ദേഹം നമ്മെ പഠിപ്പിക്കും. കോട്ടയത്തെ പഴയിടത്തിൻ്റെ പാചകപ്പുരയിൽ ടോബി ജോൺസൺ ഉണ്ട്. സദ്യ എങ്ങനെ ഉണ്ണാതിരിക്കണം എന്നാണ് പഴയിടം പറയേണ്ടത്. ഞാനിപ്പോൾ ഉള്ളത് പഴയിടത്തിൻ്റെ പാചകപ്പുരയിലാണ്. നമ്മൾ കണ്ടിട്ടുള്ളത് കലോത്സവ വേദികളിലെ പാചകപ്പുരകളാണ്. അവിടെ പഴയിടം
ആ മായാജാലം തീർക്കുന്ന കാഴ്ചകളും അതിൻ്റെ രുചികളുമാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കുറിച്ചിത്താനത്തുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പാചകപ്പുരയിൽ തന്നെയാണ്. എന്തായാലും ഓണത്തിന്, തിരുവോണത്തിന് നൽകാനുള്ള സദ്യയുടെ ഓർഡറുകളെല്ലാം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ തിരക്കിട്ട ജോലികൾ, അവസാനവട്ട ജോലികളാണ്. ഇന്ന് രാത്രി മുഴുവൻ വിഭവങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് പഴയിടവും ഇവിടെയുള്ള ജോലിക്കാരും എല്ലാം ഉള്ളത്. എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടാം. അദ്ദേഹം ഇപ്പോൾ പാലടയ്ക്ക് വേണ്ടിയുള്ള പാലടയല്ലേ ഏട്ടാ? പാലടയ്ക്കുള്ള പാല് തിളപ്പിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാം അവസാന ഘട്ടത്തിലോട്ട് എത്തിയോ? ഇല്ലില്ല, ഇപ്പൊ സമയത്തിലല്ലേ ഉള്ളൂ. ഇത് രാവിലെ ഒരു 3 മണി 4 മണിക്കൊക്കെ ആയാൽ മതിയല്ലോ. അല്ല, ഇത് പക്ഷേ 1 മണിക്ക് വിടണ്ട, കയറ്റി പുറത്തേക്ക് വിടേണ്ട സാധനങ്ങളാണ്. എല്ലാ വിഭവങ്ങളും ഏകദേശം അടുപ്പിച്ചോ? ഇനി എല്ലാം അതിൻ്റെ ഒരു സെമി കുക്ക്ഡ് മൂഡിൽ നിൽക്കുകയല്ല. ഇനി ബാക്കിയുള്ള എല്ലാവരും ഒരു മണിക്ക് ശേഷം നമുക്ക് തീയിടാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് കേടായി പോകും. അപ്പം നമുക്ക് അറിയേണ്ട ഒരു കാര്യം എങ്ങനെ സദ്യ ഉണ്ണാം എന്നുള്ളതാണ്. അതായത് ഓണത്തിന് എങ്ങനെയാണ് സദ്യ ഉണ്ണേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ ഉണ്ണരുത് എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അതെങ്ങനെയാണ്? അതൊരു ചോദ്യം എന്താ വെച്ചാൽ പറയാം. ഞാൻ ഇടയ്ക്ക് മാറും, പണിത്തരത്തേക്ക് ആയിക്കോട്ടെ. അത് ഓരോ സ്ഥലത്തിൻ്റെ അനുസരിച്ച് വ്യത്യാസമുണ്ട് കഴിക്കുന്ന രീതിക്ക്. ഇപ്പോൾ തിരുവനന്തപുരത്തേക്കാണെന്നല്ല, ആദ്യം തന്നെ അവർ നെയ്യ് പരിപ്പ് ഒഴിച്ചിട്ട് നെയ്യ് ഒഴിച്ച് പപ്പടം കൂട്ടി ഊണ് കഴിച്ചിട്ട് സാമ്പാർ വാങ്ങുന്നു. സാമ്പാർ വാങ്ങിയതിന് ശേഷം രസം വാങ്ങുന്നു. രസം വാങ്ങിയതിന് ശേഷം പായസം വിളമ്പുന്നു. പായസം വിളമ്പിട്ട് രണ്ടാമത് പിന്നീട് വീണ്ടും ചോറ് കൊടുക്കുന്നു, പുളിശ്ശേരി ഒഴിക്കുന്നു, മോര് കൊടുക്കണം. അങ്ങനെയാണ് തിരുവനന്തപുരത്തെ ഊണിൻ്റെ രീതി. പക്ഷേ അത് മധ്യ തിരുവിതാംകൂറിലെത്തുമ്പോൾ അതൊന്നും മാറുന്നുണ്ട്. എന്താ വെച്ചാൽ ഇവിടെ ആദ്യം നമ്മൾ നെയ്യ് പരിപ്പ് കഴിഞ്ഞിട്ട് സാമ്പാറും കഴിഞ്ഞ് പുളിശ്ശേരിയും കഴിഞ്ഞാണ് പായസം വിളമ്പുന്നത്. പായസം കഴിഞ്ഞാൽ പിന്നെ ചോറ് വിളമ്പിട്ട് മോരും രസവും കൊടുക്കുന്നു. വടക്കൻ കേരളത്തിൽ ഇതൊന്നുമല്ല. വടക്കൻ കേരളത്തിൽ സാമ്പാറും രസവും ഉള്ളൂ ഒഴിക്കാൻ. കാളൻ എന്ന് പറയുന്ന കുറുക്കാളുണ്ട്, ചമ്മന്തിക്കാളുണ്ട്, ഇലയുടെ അരി വിളമ്പുന്നതാണ്. പരിപ്പും ഇലയുടെ അരികിലെ വിളമ്പുള്ളൂ. അപ്പോൾ രണ്ടായിട്ട് ഒഴിച്ചു കൂട്ടാനായിട്ട് ശരിക്കും ഉള്ളൂ സാമ്പാറും രസവും മോരും. അപ്പോൾ അതിൻ്റെ അങ്ങനെ ചില വ്യത്യാസങ്ങൾ ഓരോ സ്ഥലത്തിനനുസരിച്ചിട്ടുണ്ട്. അപ്പോൾ അതാത് സ്ഥലത്തെ ആൾക്കാർ പറയുന്ന അല്ല, അവരുടെ ശീലങ്ങളല്ലേ ശരിയാവുള്ളൂ. ഓരോ സ്ഥലത്തിനനുസരിച്ച് വ്യത്യാസമുണ്ടല്ലേ? ഉണ്ട്. സ്ഥലങ്ങളിലേക്കെല്ലാം നമ്മൾ സദ്യ കൊടുക്കാറുണ്ട്. എല്ലായിടത്തും കൊടുത്തിട്ടുണ്ട്, ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. നല്ലതല്ലാത്ത ശീലങ്ങൾ, അതായത് ഇങ്ങനെ സദ്യ ഉണ്ട് അല്ല, അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ഇക്കാലം മാത്രമേ ശീലിച്ചു വന്ന ചില ശീലങ്ങളാണ്. അത് ഒന്ന് തെറ്റാണോ ഒന്ന് ശരിയാണെന്ന് പറയാൻ ഞാനാളല്ല. അവരുടെ ശീലങ്ങൾ അവർ കൊണ്ടു നടക്കട്ടെ. എന്തായാലും സദ്യ കഴിക്കുന്നു, അത് ആസ്വദിച്ച് കഴിക്കുന്നു, നമ്മളത് അഡ്മിറ്റ് ചെയ്താൽ പോരെ എല്ലാവർക്കും. എങ്ങനെയാണ് ഈ ഒരു ഓണക്കാലം? ഒരു കോവിഡ് ഉണ്ടായിരുന്നു, പ്രളയം ഉണ്ടായിരുന്നു, അതിനൊക്കെ ശേഷം ഒരു സന്തോഷകരമായ ഓണത്തിലേക്ക് ഇപ്പോൾ വീണ്ടും മാർക്കറ്റും എല്ലാം വളരെ ലൈവായി കഴിഞ്ഞു. ഇഷ്ടം പോലെ ഓർഡർ വരുന്നുണ്ട്. നമുക്ക് എല്ലാ സ്ഥലങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് നല്ലോണം ഓണം. എന്തൊക്കെയാണ് ഇവിടുത്തെ വിഭവങ്ങൾ? എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റം ഉണ്ടോ ഇത്തവണ? സാധാരണ ഈ ഓണത്തിന് വോളിയം കൂടുതൽ വോളിയം നമ്മൾ ചെയ്യേണ്ടതുള്ളതുകൊണ്ട് സ്പെഷ്യലായിട്ട് തലയ്ക്കൊന്നും പോകാറില്ല, അല്ലെങ്കിൽ സമയത്ത് കൊടുക്കാൻ പറ്റാറില്ല. സാധാരണ നമ്മൾ കൊടുക്കുന്ന ഐറ്റംസ് ഇപ്പോൾ പായസങ്ങൾ 4-5 പായസമുണ്ട്. അടപ്രഥമൻ ഉണ്ടാവും, പാലട ഉണ്ടാവും, പരിപ്പുണ്ടാവും, ഗോതമ്പുണ്ട്, പഴമുണ്ട്. അങ്ങനെ 5 പായസങ്ങളിൽ കൊടുക്കും. പിന്നെ സദ്യയുടെ എല്ലാ ഐറ്റവും 23-24 ഐറ്റം വെച്ചിട്ടുള്ള എല്ലാ ഐറ്റം കൊടുക്കും സദ്യക്ക്. നമ്മൾ ഈ പല നാട്ടുകാരുണ്ടല്ലോ, അപ്പോൾ അവർക്കെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഒന്ന് പെട്ടെന്ന് പറയാം. അയ്യോ, അങ്ങനെ പറയാം. അതിപ്പോൾ എല്ലാവർക്കും, ചില ആൾക്കാർക്ക് അവിയലായിരിക്കും ഇഷ്ടം, ചില ആൾക്കാർക്ക് ഓലനായിരിക്കും ഇഷ്ടം. അപ്പോൾ അതിലിപ്പോൾ അങ്ങനെയൊക്കെ പറയാൻ പറ്റില്ല. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സാധനമല്ലേ ഒരു ചെറിയ ടിപ്പ്. ഈ വെജിറ്റേറിയൻ കുക്കിങ്ങിൻ്റെ അകത്ത് അങ്ങനെ പ്രശ്നമുണ്ട്. പെട്ടെന്നൊന്നും പറ്റില്ല, എല്ലാം സ്ലോ കുക്കിംഗ് ആണ്. പതുക്കെ ഉണ്ടാക്കി കൊടുക്കാനേ പറ്റുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇത് ക്രേസുള്ള ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും വളരെ പെട്ടെന്ന് എന്താ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പം എല്ലാ രീതികളും ശരിയായ രീതികൾ തന്നെയാണെന്നാണ് പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. അതാത് സ്ഥലങ്ങളിലുള്ള ശീലങ്ങൾ, ആ ശീലങ്ങൾ തന്നെ തുടരട്ടെ. നമ്മൾ അതിലേക്കൊന്നും ഫോഴ്സ് ചെയ്തൊന്നും ചെലുത്തേണ്ട കാര്യമില്ല. എന്തായാലും ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ, നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടല്ലോ, നമ്മൾ അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്തായാലും അങ്ങനെയാണ് പഴയിടം പറയുന്നത്. അതായത് എല്ലാ രീതികളും ശരിയാണ്, സന്തോഷമാണ്, ഭക്ഷണമാണ്, തിരുവോണമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ രീതികളിലും എല്ലാം അവരുടെ സ്വാതന്ത്ര്യത്തിന് വിട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. SK. താങ്ക് യു ടോമി. മറ്റൊരു കാര്യം, നമ്മുടെ ഒരു പ്രേക്ഷകൻ പറഞ്ഞ റിപ്പോർട്ടറുടെ പടവലങ്ങ ഡിസൈനുള്ള ഷർട്ട് കൊള്ളാം. പഴയിടം സദ്യക്ക്
അറിഞ്ഞിട്ടതാണെന്ന് കരുതുന്നത്. ഒന്നുമല്ല, അദ്ദേഹം അത് ഇട്ടുകൊണ്ട് പോയി എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും ഈ ഓണത്തിമിർപ്പിൻ്റെ വാർത്തകളാണ് പലയിടങ്ങളിൽ നിന്ന് വരുന്നത്. ഇവിടെ മാത്രമല്ല, വിദേശ നാടുകളിലൊക്കെ തന്നെ ഓണം ആഘോഷിക്കാനുള്ള തിരക്കിലാണ്. ഇന്ന് രാത്രിയിലൊക്കെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ആളുകൾ നാളത്തെ സദ്യ കെങ്കേമമാക്കും. അപ്പോൾ പഴയിടം പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ വയ്ക്കുക. കാരണം അദ്ദേഹത്തിന് വെജിറ്റേറിയൻ സദ്യ ഉണ്ടാക്കുന്നതിൽ അപാരമായ ഒരു കഴിവുണ്ട്, വൈഭവമുണ്ട് എന്ന് നമുക്കറിയാം. താങ്ക് യു പഴയിടം നമ്പൂതിരി. ഇപ്പോൾ ഇന്ന് ഈ ഓണത്തിമിർപ്പിനിടയിൽ നമ്മളെ തേടിയെത്തിയ ഒരു സങ്കടകരമായ വാർത്തയുണ്ട്. കാഞ്ഞങ്ങാട് നിന്ന് വൈകുന്നേരം ട്രെയിൻ തട്ടി കാഞ്ഞങ്ങാട് 3 സ്ത്രീകൾ മരിച്ചു. കോയമ്പത്തൂർ ഹിസാർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഇടിച്ചാണ് അപകടം ഉണ്ടായത്. ഒരു ബന്ധുവിൻ്റെ കല്യാണത്തിൽ പങ്കെടുക്കാൻ എത്തിയ ആളുകളാണ് അപകടത്തിൽ പെട്ടുപോയത്. ഇപ്പോൾ ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് അരുൺ പാറയ്ക്കൽ നമുക്കൊപ്പം ചേരുകയാണ്. അരുൺ, കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? ഈ ഓണത്തിൻ്റെ ഒരുക്കങ്ങൾക്കിടയിൽ ഇങ്ങനൊരു സങ്കടപ്പെടുത്തുന്ന വാർത്ത വന്നു. അതേ സ്കേൻ, ഓണത്തിൻ്റെ ഒരുക്കങ്ങൾക്കിടയിൽ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. ദാരുണമായ ഒരു സംഭവമാണ് കാഞ്ഞങ്ങാട്. 3 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. 3 പേരും സ്ത്രീകളാണ് എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാവുന്ന വിവരം. കോട്ടയം ചിങ്ങവനം സ്വദേശികളാണ്. ചിന്നമ്മ ഏഞ്ചൽ, ആലിസ് തോമസ് എന്നിവരാണ് ഈ മരണപ്പെട്ടത്. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് അവരെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്താണ് ഈ അപകടമുണ്ടായത്. കോയമ്പത്തൂരിൽ നിന്ന് ഹിസാറിലേക്ക് പോകുന്ന അതിവേഗ ട്രെയിനായിരുന്നു. ട്രെയിനിന് കാസർഗോഡ് ജില്ലയിൽ എവിടെയും സ്റ്റോപ്പില്ല. അതിവേഗത്തിലായിരുന്നു ട്രെയിൻ പോയത്. ഈ സമയത്ത് 30ഓളം പേർ ഈ സംഘത്തിലുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ ഈ കാസർഗോഡ് കള്ളാറിലെ ഒരു ബന്ധുവിൻ്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുകയായിരുന്നു. ഇന്നായിരുന്നു വിവാഹം കഴിഞ്ഞതിന് ശേഷം വൈകിട്ടോടുകൂടി ഇവിടേക്ക് എത്തിയതായിരുന്നു. അതിനുശേഷം അവർക്ക് കോട്ടയത്തേക്ക് തിരിച്ചു മടങ്ങാനുള്ള ട്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് ഈ സ്ഥലമൊന്നും കൃത്യമായ പരിചയമുണ്ടായിരുന്നില്ല. പല ആളുകൾ പല ഭാഗങ്ങളിലായി ഈ പാളത്തിലൂടെയൊക്കെയാണ് സഞ്ചരിച്ചിരുന്നത്. ഇങ്ങനെ ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. അതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് നമുക്ക് ഈ റെയിൽവേ പോലീസിൽ നിന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കുന്നത്. എന്തായാലും അവരുടെ മൃതദേഹം ഇപ്പോൾ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റുള്ള ആളുകൾ, അതായത് കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആളുകൾ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിലുണ്ട്. മറ്റുള്ള ആളുകൾ കോട്ടയത്തേക്ക് മടങ്ങിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോഴും പലയിടങ്ങളിലായി ഈ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ ചിതറിത്തെറിച്ചിട്ടുണ്ടെന്നും ഇവിടെയുള്ള ആളുകൾ സൂചിപ്പിക്കുന്നുണ്ട്. വലിയ തോതിൽ ഒരു അപകടം നടന്നിരിക്കുന്നു എന്നാണ്. എന്തായാലും അശ്രദ്ധമായ ഒരു കാര്യം, അതായത് ഈ റെയിൽവേ പാളം മുറിച്ചു കിടക്കുന്നതിന് ഉണ്ടായ ഒരു അപകടമാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കാഞ്ഞങ്ങാട് ഈ ഒരു പ്രദേശത്ത്, അതായത് റെയിൽവേ ട്രാക്കിൻ്റെ മറുഭാഗത്ത്, പ്ലാറ്റ്ഫോമിൻ്റെ മറുഭാഗത്ത് ഈ മേൽപ്പാലമുണ്ട്. ഈ ഒരു ഭാഗത്ത് മേൽപ്പാലമില്ല. അതുകൊണ്ട് തന്നെ അപകടകരമായ രീതിയിൽ ഈ തീവണ്ടിയൊക്കെ ട്രെയിനൊക്കെ വരുന്ന സമയത്ത്, അതിവേഗത്തിൽ വരുന്ന സമയത്തൊക്കെ അത് ശ്രദ്ധിക്കാതെ ഈ മുന്നറിയിപ്പുകളൊക്കെ നൽകുന്നുണ്ടെങ്കിലും ആളുകൾ ബസ് ഇറങ്ങിയതിന് ശേഷം ഈ കാഞ്ഞങ്ങാട് മറുഭാഗത്തേക്ക് എത്തുന്ന ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെയാണ്. അത് ഈ അപകടത്തിന് വലിയ തോതിൽ ഇടയാക്കുന്നുണ്ട്. ഈ റെയിൽവേ പോലീസ് RPF ഒക്കെ നിരന്തരമായ മുന്നറിയിപ്പുകൾ ഇവർക്ക് നൽകുന്നുണ്ട്. എന്നാലും ഈ ട്രെയിൻ വരുന്ന സമയത്ത്, ഈ രാത്രി സമയത്തൊക്കെ വെളിച്ചവും കുറവാണ്. അതുകൊണ്ട് വലിയ തോതിലുള്ളൊരു അപകടത്തിന് ഇത് ഇടയാക്കുന്നു എന്നുള്ളതാണ് സ്കേൻ. ഓക്കെ, താങ്ക് യു. അരുൺ പാറക്കലാണ് വിവരങ്ങൾ നൽകിയത്. കാഞ്ഞങ്ങാട്ട് ട്രെയിൻ തട്ടി ഇന്ന് വൈകുന്നേരം 3 സ്ത്രീകൾ മരിച്ചു. ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ പോയ ആളുകളാണ് ഈ അപകടത്തിൽപ്പെട്ടത് എന്നാണ് അരുൺ പാറക്കൽ ഈ അപകട സ്ഥലത്ത് നിന്ന് പറയുന്ന റിപ്പോർട്ട്. ഓണത്തിരക്കിൽ തന്നെയാണ് ലോക മലയാളികൾ. പല സ്ഥലങ്ങളിലും നല്ല ട്രാഫിക് ബ്ലോക്കുണ്ട്. വിപണികളൊക്കെ വളരെ സജീവമാണ്. കടകളിലൊക്കെ നല്ല ആൾത്തിരക്കുണ്ട്. കോഴിക്കോട്ടെ കാര്യം എന്നറിയാൻ മിഥില ബാലൻ നമുക്കൊപ്പം ചേരുന്നു. മിഥില, പറയൂ, കോഴിക്കോട് എന്താണ് ഓണത്തിരക്കിൻ്റെ രൂക്ഷത? എങ്ങനെ കാര്യമായിട്ട് ആൾക്കാർ സാധനങ്ങൾ വാങ്ങുന്നുണ്ടോ? വിൽപ്പന ഗംഭീരമായി സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ടോ? റോഡുകൾ തിരക്കുണ്ടോ? രാവിലെ മുതൽ ഒരു ഉത്രാടപ്പാച്ചിലിൻ്റെ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് സെൻട്രൽ മാർക്കറ്റിലാണ്. മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഞങ്ങൾ മലബാറുകാർക്ക് ഓണസദ്യയിൽ ഒരു വിഭവം എന്നത് ഇത്തരത്തിൽ മത്സ്യവിഭവങ്ങളാണ്, അല്ലെങ്കിൽ മാംസവിഭവങ്ങളാണ്. എനിക്കിപ്പം ഇവിടുത്തെ ഒരു കടക്കാരോട് ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ട് ഇന്നത്തെ ഒരു മീൻ വിൽപ്പന, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓണത്തിൻ്റെ ഒരു വിപണി എന്നത്? എങ്ങനെയുണ്ട് തിരുവോണത്തിന്? നമുക്ക് എന്തായാലും ഒരു മീൻ വേണമല്ലോ. ഓണത്തിന് കച്ചവടം കുഴപ്പമൊന്നുമില്ല. കച്ചവടം നല്ല കച്ചവടമാണ്. രാവിലെ ഉണ്ടാവുള്ളൂ കച്ചവടം. അതായത് ഫ്രഷ് മീൻ വാങ്ങാൻ വേണ്ടി. ഫ്രഷ് മീൻ വാങ്ങാനും വില കുറവാണ്. എങ്ങനെയാണ് തിരുവോണത്തിന് എങ്ങനെയാണ് സാധാരണ തിരക്കുണ്ടാവാറ്? തിരക്ക് രാവിലെ ഉണ്ടാവുള്ളൂ. രാവിലെ നല്ല തിരക്കായിരിക്കും. പിന്നെ ഒരു ചേച്ചി, മീൻ വാങ്ങാൻ വന്ന ഒരു ചേച്ചി നമുക്കൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ചേച്ചി, നമ്മളെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എന്തായാലും സദ്യേൻ്റെ കൂട്ടത്തിൽ ഒരു മീൻ വിഭവം വേണം. ഓക്കെ, മലബാറുകാരുടെ ഓണസദ്യ എന്ന് പറഞ്ഞാൽ മീൻ വിഭവം കൂടി ഉൾപ്പെട്ടതാണ്. അതുകൊണ്ട് സദ്യക്ക് എന്തായാലും നോൺ വെജ് ഐറ്റംസ് ഉണ്ടാവും. അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്താണ് നാളത്തെ നോൺ വെജ്? ഏത് മീനാണ് വാങ്ങി? ഐക്കോറയാണ് വാങ്ങിയത്. പിന്നെ ഫ്രൈ ആണോ? ഫ്രൈ ഉണ്ടാവും, കറി ഉണ്ടാവും,
എല്ലാം ഉണ്ടാവും. മത്സ്യം മാംസം മസ്റ്റാണ്. അതെ, മലബാറുകാർ പൊതുവെ ഉപയോഗിക്കാറുണ്ട് സദ്യൻ്റെ കൂടെ നോൺ വെജ് ഐറ്റംസ്. ഇതാണ് SK, ഞങ്ങൾ മലബാറുകാർക്ക് എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കൂട്ടം എന്തായാലും സദ്യയിൽ വേണം. എങ്ങനെയുണ്ട് ചേട്ടാ തിരുവോണത്തിൻ്റെ ഒരു കച്ചവടം? സൂപ്പർ കച്ചവടം. ആളൊക്കെ അത്യാവശ്യം ആളൊക്കെ ഉണ്ട്, മീനൊക്കെ അത്യാവശ്യം കച്ചവടമൊക്കെ നടന്നിരിക്കുന്നു. ഉഷാറന്നെ. എങ്ങനെയാണ് തിരുവോണക്കാലത്ത് അല്ലെങ്കിൽ ഓണക്കാലത്ത് എങ്ങനെയാണ് മീൻ വിപണി നല്ലോണം ഉണ്ടാവാറുണ്ടോ? 2 ഓണത്തിനാണ് ആള് ഫുള്ള് രാവിലെ തൊട്ടിട്ട് ഒരു 11 മണി വരെ ഫുൾ ആളുണ്ടാവും കച്ചവടത്തിന്. ആൾക്ക് മീനൊക്കെ അത്യാവശ്യം എല്ലാ ആളുണ്ടാവും. SK, ഇതാണ് മീൻ വിപണിയിലെ കാഴ്ച. താങ്ക് യു മിഥില ബാലൻ. ഇപ്പോൾ ഒരു വാർത്ത വരുന്നു, സൂരജ് സജ്ജിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എസ് ഐ ട്രെയിനികൾക്ക് ഓണം അവധി നിഷേധിച്ചു എന്ന പരാതി. മുഖ്യമന്ത്രിക്ക് ഒരു മനുഷ്യാവകാശ പ്രവർത്തകനായ AN സന്തോഷ് പരാതി നൽകി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഓണം ആഘോഷിക്കാൻ അവധി കൊടുത്തില്ല എന്ന പരാതിയാണ് അടിസ്ഥാനം. അതുപോലെ ഒരു സങ്കടകരമായ ഒരു കാര്യം, പക്ഷേ സന്തോഷമുണ്ട്. അവസാനം SK സർ നമസ്കാരം. ഇന്നലെ എൻ്റെ മകൻ കാർത്തിക് രാജൻ ഫ്ലവേഴ്സിൻ്റെ അക്കാദമിയിൽ നിന്ന് വരുന്ന വഴിക്ക് ട്രെയിനിലെ പ്ലാറ്റ്ഫോമിൻ്റെ ഇടയിൽ കാലകപ്പെട്ട് ചതവ് പറ്റി. അത്ഭുതകരമായി പക്ഷേ രക്ഷപ്പെട്ടു. വളരെ ആശ്വാസം. എല്ലാ കെയറും എടുക്കുക. നമ്മൾ നാട്ടിൽ വാർത്തകളിൽ വരുന്ന കുറേ ആൾക്കാരുണ്ട്, അവർ ഭാഗ്യവാന്മാർ. എന്നാൽ ഈ ജീവിതത്തിൻ്റെ പൊല്ലാപ്പുകൾക്കിടയിലും ജീവിതത്തിൻ്റെ ദുരിതങ്ങൾക്ക് നടുവിലും വാർത്തകളിൽ വരാത്ത ആളുകളുണ്ട്. ശരിക്കും വാർത്തകളിൽ വരേണ്ട ആളുകളാണ് അവർ, വാർത്തകളിൽ നിറയാത്തവർ. അർബുദം അഥവാ ക്യാൻസർ എന്ന മഹാമാരി സന്തോഷം കവർന്നെടുത്ത ഒരു കുടുംബത്തിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയുന്നത്. പെരുമ്പളം പഞ്ചായത്തിലെ 7-ാം വാർഡിലെ ഈ വീട്ടിൽ അർബുദബാധിതരായ 3 പേരുണ്ട്. ചികിത്സയും ദൈനംദിന ചെലവിനുമൊക്കെയായിട്ട് സമാനതകളില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുകയാണ് ഈ കുടുംബം. ഇവരിലേക്കാണ് നമ്മൾ ഈ ഓണക്കാലത്ത് ക്യാമറ ചലിപ്പിക്കുന്നത്. ഇതാണ് ആരബി. വയസ്സ് 8. സംസാരിക്കാനാവില്ല. അർബുദബാധിതയായ അമ്മ 2017 മരിച്ചു. അമ്മയുടെ രോഗം ഈ കുരുന്നിനെയും പിടികൂടിയിരിക്കുകയാണ്. പക്ഷേ തോൽക്കാൻ മനസ്സില്ല. ചിരിക്കാനാണിഷ്ടം. ചേർത്തുപിടിക്കാൻ മുത്തച്ഛനും അമ്മുമ്മയും ചേച്ചിയുമുണ്ട്. ബ്ലഡൊക്കെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടറിൻ്റെ സംശയം ഡോക്ടർ പറഞ്ഞു ഒരു പേപ്പറിൽ ഒപ്പിട്ട് കൊടുക്കണം, കൊച്ചിൻ്റെ നട്ടലിൽ നിന്ന് കുത്തി മജ്ജ എടുത്തിട്ട് അത് ബയോപ്സി കിടക്കണമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു ബസനിക്കരുത് അച്ഛൻ പറഞ്ഞു, കൊച്ചി ഇങ്ങനെ ബോൺമാരുടെ ഇതാണ്, അവൾക്ക് ഇങ്ങനെ 3 കോശങ്ങളാണ് ഉള്ളത് മജ്ജയിൽ, അത് 3ഉം ഇങ്ങനെ ഇല്ല. അപ്പോൾ അതിന് അവൾക്ക് സ്വന്തമായിട്ട് ബ്ലഡ് ഉൽപ്പാദനമൊന്നും നടക്കാത്തത് കൊണ്ട് ഇവർക്ക് ചികിത്സ കിട്ടണമെങ്കിൽ അത് ഒന്നെങ്കിൽ അമൃതയിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കൊണ്ടുപോകണം. ആരബിയുടെ അമ്മുമ്മയും അർബുദബാധിതയാണ്. കൊച്ചുമകളെ ഈ രോഗത്തിന് വിട്ടുകൊടുക്കാതിരിക്കാനുള്ള പോരാട്ടത്തിലാണവർ. 6-ാം ക്ലാസ്സുകാരിയായ സഹോദരി ആരാധ്യയ്ക്കും അതുമാത്രമാണ് ആവശ്യം. സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ഉള്ളത് കൊണ്ട് നമ്മളത് ചെയ്യാനായിട്ട് പിന്നെ കേട്ടെന്ന് പറഞ്ഞൊക്കെ നമ്മൾ നടക്കണേ. അപ്പം അത് കാര്യങ്ങളൊക്കെ പെട്ടെന്നായെന്നാൽ നമുക്കത് ചെയ്ത് ആ കുഞ്ഞിനെ റെഡിയാക്കി എടുക്കണം. അതിനെ ദൈവം തന്നെ അതിനെ ജീവനാട് കൂടി തന്നെങ്കിലേ ഞങ്ങൾക്കൊരു ഇതുണ്ടാകുള്ളൂ. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് 65 ലക്ഷം രൂപ വേണം. ദാതാക്കളെ ലഭിച്ചാൽ തുക കുറയും. എറണാകുളം അമൃത ആശുപത്രിയിലാണ് ചികിത്സ. ബോൺമാരെ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞേക്കുന്നത് ആദ്യമേ പറഞ്ഞത് 65 ലക്ഷം രൂപയാവുമെന്നാണ് പറഞ്ഞത്. ജപ്തി ഭീഷണി നേരിട്ട വീടിന്റെ പ്രമാണം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇടപെട്ട് തിരിച്ചെടുത്തു നൽകി. പൂർണ്ണ സഹായവും മന്ത്രി വാഗ്ദാനം ചെയ്തു. സമാധാനമായിട്ട് ആ വീട്ടിൽ കിടന്നുറങ്ങാമല്ലോ. മത്സ്യബന്ധന തൊഴിലാളിയായ രാജപ്പന്റെ വരുമാനം കൊണ്ട് കുടുംബത്തിന് മുന്നോട്ടു പോകാനാകില്ല. വിവിധ സഹായങ്ങളുടെ രൂപത്തിൽ പെരുമ്പളം നിവാസികൾ ഒന്നാകെ ഈ കുടുംബത്തെ ചേർത്തുപിടിക്കുന്നുണ്ട്. എന്നാൽ ആരബിയുടെ മുഖത്തെ ചിരി മറയാതിരിക്കാൻ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയ അനിവാര്യമാണ്. അതിനായി സുമനസുകൾ കനിയണം. നന്ദകിഷോറിനൊപ്പം വിഷ്ണു സുരേഷ്, 24 കൊച്ചി. എന്തായാലും വളരെ സങ്കടകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ കുടുംബം കടന്നു പോകുന്നത്. ഇവരെ സഹായിക്കാൻ ആളുകൾ തയ്യാറാകണം. കാരണം അവർക്ക് വല്ലാത്ത ദുരിതമാണ്. ഈ ഓണക്കാലത്ത് നമ്മൾ ഒരുപാട് ആളുകൾ സന്തോഷത്തിൻ്റെ നടുവിലൂടെ യാത്ര ചെയ്യുമ്പോൾ ദുഃഖത്തിൻ്റെ ഇടവഴിയിൽ തകർന്നു വീണ് നിൽക്കുകയാണ്. ഇവരെ നമുക്ക് സഹായിക്കാൻ കഴിയണം. ഇനി നമുക്ക്
അതായത് നമ്മളിപ്പോൾ സംപ്രേഷണം ചെയ്ത ഈ പെരുമ്പളത്തെ രാജപ്പൻ്റെ കുടുംബത്തിൻ്റെ ദുരിതം കണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നമ്മളെ ബന്ധപ്പെട്ടു. ആരഭിയുടെ ചികിത്സയ്ക്ക് വിദഗ്ധ ഡോക്ടേഴ്സിൻ്റെ സഹായം സുരേഷ് ഗോപി ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്കാണ് ഞാൻ ഇനി പോകുന്നത്. ഞാൻ വെല്ലൂര് വിളിച്ച് ഇതിൻ്റെ വിദഗ്ധൻ ഡോക്ടർ വിക്രം മാത്യൂസിൻ്റെ അടുത്ത് സംസാരിച്ചു. അദ്ദേഹം കുട്ടിയെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പ് റിപ്പോർട്ട് അയക്കാൻ പറഞ്ഞു. കുട്ടിയും കാണണം. ഡോണറായിട്ട് ബ്ലഡ് റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, സിസ്റ്ററോ ബ്രദറോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വാർത്ത കണ്ട മറ്റൊരാൾ EP ജയരാജൻ ഒരു ശപഥം എടുത്തു. ആ ശപഥം അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇൻഡിഗോയും ഈ ജയരാജനല്ല, ഞാൻ മറ്റൊരു വാർത്തയെക്കുറിച്ചാണ് പറഞ്ഞത്. നമ്മുടെ ഈ ക്യാൻസർ രോഗബാധിതരുടെ വാർത്ത കണ്ട് ജയരാജ് എന്നൊരു ലോക്കോ പൈലറ്റ് വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് സംസാരിക്കാം. കാര്യം സഹായിക്കാൻ തയ്യാറായി വന്നിരിക്കുകയാണ് അദ്ദേഹം. നമസ്കാരം ജയരാജ്. നമസ്കാരം. താങ്കൾ ഈ വാർത്ത കണ്ടല്ലോ. ഇപ്പോൾ ഈ കുടുംബത്തെ സഹായിക്കാൻ താങ്കൾ തയ്യാറായതിന് ആദ്യമേ ഞങ്ങൾ സന്തോഷം പറയുന്നു, നന്ദി പറയുന്നു. ഓണക്കാലത്ത് എല്ലാവരും സന്തോഷത്തിൽ മതിമറക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ദുഃഖാർത്തരായ കുടുംബത്തെ കൂടി ചേർത്ത് പിടിക്കണം. ജയരാജൻ്റെ വാക്കുകൾ പറയും. താങ്ക് യു. ഞാൻ സത്യത്തിൽ എന്നോട് ഇത് അറിയിച്ചത് BJPയുടെ സംസ്ഥാന വക്താവായ ശ്രീ PR ശിവശങ്കർജിയാണ്. അദ്ദേഹം ഈ കാര്യങ്ങൾ അറിയിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിന്റെ ലോക്കോ പൈലറ്റുമാരുടെ ഒരു ഗ്രൂപ്പ് സമർപ്പൺ എന്ന പേരിൽ ഇങ്ങനെ സാമൂഹ്യ സേവ ചെയ്യുന്ന പാവപ്പെട്ടവരെയും നിർധനരായിട്ടുള്ള രോഗികളെയും അതുപോലെ വളരെ സമൂഹത്തിൽ ആവശ്യത അനുഭവിക്കുന്നവർക്ക് ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന ഒരു സഹായം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്. എല്ലാം ലോക്കോ പൈലറ്റുമാരാണ് അതിലുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനോട് ഞാൻ പറയുക, ഈ വാർത്ത കണ്ടപ്പോൾ തന്നെ ഞാൻ അത് ചെയ്യാമെന്ന് ഉറപ്പുവരുത്തി ഞങ്ങളുടെ എല്ലാ കൂടെയുള്ളവരോട് സംസാരിച്ച് ഇതിന് ആ കുട്ടിയുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കാം എന്ന് ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടുണ്ട്. അത് വളരെ സന്തോഷപൂർവ്വം അങ്ങേ അറിയിക്കുന്നു. ഓക്കെ, താങ്ക് യു ജയരാജ്. എന്തായാലും അങ്ങയുടെ നല്ല മനസ്സിന് നന്ദി. മറ്റുള്ള പ്രേക്ഷകർ കൂടി ഈ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവരെ സഹായിക്കാൻ കഴിയുമെങ്കിൽ നന്നായി. ഇതോടെ പ്രൈം ടൈമിൻ്റെ ഈ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി നമ്മൾ കാണുക നാളെ രാവിലെ 7 മണിക്ക് അവതാര പുലികളുമായി മണിയുടെ മീഡിയ സിറ്റിയിലെ 12K വിസ്താര ഫ്ലോറിൽ നിന്നും തത്സമയം ചേരും. 24ൻ്റെ സ്റ്റാർ അവതാരകർ മുഴുവനും രാവിലെ ഏതാണ്ട് 7 മണി മുതൽ 12 മണി, ഒരു 5 മണിക്കൂർ നീളുന്ന ഈ അവതാര പുലികൾ എന്ന പരിപാടിയിൽ ഉണ്ടാകും. പ്രേക്ഷകർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചില സർപ്രൈസുകൾ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട്. ചില സമ്മാനങ്ങളുടെ ചില കഥകളൊക്കെ നാളെ ഉണ്ടാകും. ചില ചലച്ചിത്ര താരങ്ങളൊക്കെ തന്നെ ഈ പരിപാടിയിൽ അതിഥിയായി പങ്കെടുക്കും. ചില സർപ്രൈസുകൾ തീർച്ചയായിട്ടും ഈ പരിപാടിയിൽ നാളത്തെ അവതാര പുലികൾ നിങ്ങൾക്ക് കാണാം. സ്റ്റാർ അവതാരകരുമായി അവതാര പുലികൾ ഞാനും ഉണ്ടാകും നാളെ രാവിലെ കൊച്ചൊരു പുലിയായിട്ട് 7 മണിക്ക്.